ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള രോഗികൾ, ശ്വാസം മുട്ടൊക്കെയുള്ള രോഗികൾ ഒരു പ്രത്യേകമായ ഇൻഹീലർ ഉപയോഗപ്പെടുത്തിയിട്ട് അതിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഒരു സ്പ്രേ വായിലേക്ക് അടിച്ചു കൊടുത്താൽ ആ അടിച്ചു കൊടുക്കുന്നതിലൂടെ ചില ധൂളികൾ അയാളുടെ വായിലേക്ക് പ്രവഹിപ്പിക്കുന്ന ആ രീതിയാണല്ലോ ഇൻഹേലറിന്റെ ഉപയോഗം. അതിലൂടെ നോമ്പ് മുറിയുമോ? നോമ്പ് മുറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത് ഒരു നീരാവിയായി മാറുന്ന, വയറ്റിലേക്ക് എത്താത്തൊരു വസ്തുവാണ്. അതിനാൽ തന്നെ അതൊരു ഭക്ഷണപാനീയമായി വിശേഷിപ്പിക്കപ്പെടുന്നതോ ഒരു ഭക്ഷണം കഴിച്ചു പാനീയം കുടിച്ചു എന്നുള്ളതിൻ്റെതായ ഒരു നിയമത്തിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലോ അല്ല. അപ്പൊ നമ്മൾ വായിൽ വെള്ളം കുപ്പിളിക്കാറുണ്ട്, ഉളുവെടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാറുണ്ട്. അതിലൂടെയൊക്കെ നമ്മുടെ തൊണ്ടയിൽ ഉണ്ടാകുന്ന നനവുകളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇതിലൂടെ ഉണ്ടാകുന്ന ധൂളികളും അതുപോലെ തന്നെ പാനീയത്തിൻ്റെയോ അതല്ലെങ്കിൽ ആ ദ്രാവകത്തിൻ്റെയോ അവശിഷ്ടങ്ങൾ നന്നേ കുറവായിരിക്കും. വളരെ അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഇതിലൂടെ ഒരു സ്പ്രേയിലൂടെ ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഹേലർ ഉപയോഗിക്കുന്നത് കൊണ്ട് ആസ്തമ രോഗികൾ ഉപയോഗിക്കുന്ന ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളാൽ നോമ്പ് മുറിയുകയില്ല.